കൂട്ടുകാരെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 1 അല്ലെ, ഉത്കൃതനം 1ാം ദിവസം പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്. കാര്യം ടീച്ചർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാര് ഇന്നത്തെ എക്സാം നിങ്ങൾക്ക് ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുപ്പ് തുടങ്ങിയാലോ. നാളെ നമുക്ക് ഏതാണ് എക്സാം? ഇന്റഗ്രേഷൻ ഡേ 2 ആണ് അല്ലെ. ഉത്കൃതനം ദിവസം 2 ആണ് പരീക്ഷ വരുന്നത്. അപ്പൊ മക്കള് നാളത്തെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഗണിതത്തിൽ നിന്നും അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാട്ടോ ടീച്ചർ ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് സമയം കളയാനൊന്നുമില്ല, വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോവാല്ലേ. ഓക്കെ മക്കളെ, അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ 2ാം ക്ലാസ്സിലെ കൂട്ടുകാര് ആദ്യം ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നാളത്തേക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഒരു പക്ഷേ നാളത്തെ എക്സാമിന് ചിലപ്പം 100ന്റെയും 10ന്റെയും 1ന്റെയും ഒക്കെ കൂട്ടങ്ങളുടെ ചിത്രങ്ങൾ തന്നുകൊണ്ട് എത്രയാണ് എണ്ണം എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. ടീച്ചർ ഇന്നലെ മുന്നൊരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കളെ, ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതില് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് 100ന്റെ കെട്ടുകൾ ഇപ്പൊ തരികയാണ്. ഇത് നോക്കിക്കേ മക്കളെ, ഇത് 100, ഇവിടെ 10, 1 കേട്ടോ. ഇവിടെ എന്താണ് ആകെ ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, ടോട്ടൽ കേട്ടോ. ഇതാണ് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് വരിക. അപ്പൊ നോക്കിക്കേ മക്കളെ, 100ന്റെ 2 കെട്ടുകള്, 10ന്റെ 3 കെട്ടുകള്, ഒന്നുകളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 100ന്റെ 1 കെട്ട്, 10ന്റെ 4 കെട്ട്, 1ന്റെ 5 കെട്ട്. ഓക്കെ, അപ്പൊ മക്കളടുത്ത് ഇതുപോലെ തരികയാണ്. 100ന്റെ കൂട്ടങ്ങളും 10ന്റെ കൂട്ടങ്ങളും 1ന്റെ കൂട്ടങ്ങളും തന്നിട്ട് ആകെ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ മക്കളെ, ആദ്യത്തെ നമുക്കറിയാം 100ന്റെ 2 കൂട്ടം, 10ന്റെ 3 കൂട്ടം. ഒന്നുകളാണെങ്കിൽ ഉണ്ടോ ഇവിടെ? ഒന്നുകളില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയായിരിക്കും മക്കളെ? 230 ആയിരിക്കും. എത്രയാണ് മക്കളെ? 230 ആയിരിക്കും. അടുത്ത് നോക്കിക്കേ മക്കളെ, ഇവിടെ 100ന്റെ 1 കൂട്ടമുണ്ട്, 10ന്റെ 4 കൂട്ടമുണ്ട്, ഒന്നുകളുടെ 5 കൂട്ടവുമാണുള്ളത്. അപ്പൊ സംഖ്യ ഏതാണ് മക്കളെ? 145 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. ഓക്കെ മക്കളെ, അപ്പൊ ടീച്ചർ ഒന്നുകൂടി എഴുതട്ടെടാ. 100ന്റെ 3 കൂട്ടം, 10ന്റെ 1 കൂട്ടം, 1ന്റെ 2 കൂട്ടം. എങ്കിലും മക്കൾ ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, ഏതായിരിക്കും സംഖ്യ മക്കളെ? പറഞ്ഞേ. 312. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ കൂട്ടങ്ങളുടെ ചിത്രങ്ങൾ തന്നുകൊണ്ട് എത്രയാണ് സംഖ്യ എന്ന് കണ്ടെത്താനായിട്ട് പറയും. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മക്കൾ വെച്ച് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ ആകെ എണ്ണം കണ്ടെത്തിയില്ലേ? 230, 145, 312. ഈ കണ്ടെത്തിയ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതായത് ആരോഹണ ക്രമത്തിൽ എഴുതാനായിട്ട് പറയൂ കേട്ടോ. എങ്ങനെയാണ് മക്കളെ? ആരോഹണ ക്രമത്തിൽ. അപ്പൊ മക്കൾ എന്ത് എഴുതണം? ആദ്യം ഏറ്റവും ചെറിയ ആളാണ് എഴുതേണ്ടത്. ഈ തന്നിട്ടുള്ള 3 സംഖ്യകളിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? അതെ, 145 ആണല്ലേ. 145 ആണ് ഏറ്റവും ചെറിയ ആള്. അപ്പൊ നമ്മൾ അയാൾ എഴുതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ളതിൽ 230, 312 ആണുള്ളത് അല്ലെ. അതിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? 230 ആണ് അല്ലെ. 230, 230. ഓക്കെ, അതിനുശേഷം ബാക്കി എത്ര ആരെയുള്ളൂ? 312 ആണ് അല്ലെ. 312 ആണുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ ഇതേ രീതിയിൽ കൂട്ടങ്ങൾ തന്നുകൊണ്ട് അത് ആ കൂട്ടങ്ങളുടെ എണ്ണത്തെ ആരോഹണ ക്രമത്തിൽ എഴുതണം, അഥവാ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനൊക്കെ മക്കളെടുത്ത് ചോദിക്കൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കണക്കൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കലണ്ടർ കണക്കാണ് കേട്ടോ. കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ടീച്ചർ അത് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഓൾറെഡി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ചോദ്യം വരിക? മക്കൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. ഇന്ന വർഷത്തെ ഇന്ന മാസത്തെ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കലണ്ടർ തരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് ആ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ എന്ത് ചെയ്യുക, മക്കളൊന്ന് എടുത്ത് കാണുക കേട്ടോ. ടീച്ചർ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞാലും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരികയാണ്. മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു കലണ്ടർ തരുമെന്ന് പറഞ്ഞല്ലോ ടീച്ചർ. ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇനി നമുക്ക് ഇപ്പൊ ഏതാണ് മാസം? ഡിസംബർ ആണല്ലേ മാസം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, 2024 ഡിസംബർ മാസത്തെ കലണ്ടർ തന്നു. എന്നിട്ട് അതിലെന്ത് ചെയ്യും,
ചിലപ്പം കുറച്ച് കളങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. മക്കളുടെ അടുത്ത് എന്ത് ചെയ്യാനായിട്ട് പറയും? വിട്ടു പോയിട്ടുള്ള കളങ്ങൾ പൂർത്തീകരിച്ച് കലണ്ടർ പൂർത്തീകരിച്ച് വരയ്ക്കാനായിട്ട് മക്കളുടെ അടുത്ത് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഏതൊക്കെ കളങ്ങളിലാണ് തീയതികൾ വിട്ടുപോയതെന്ന് നോക്കിയിട്ട് കളങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ മാസം നമുക്ക് ഒരു പ്രത്യേക ദിവസം വരുന്നുണ്ടല്ലോ. ഏതാണ്? ഡിസംബർ 25-ന് എന്താണ് പ്രത്യേകത മക്കളെ? നമ്മുടെ ക്രിസ്മസ് ആണ് അല്ലെ. അപ്പൊ മക്കളടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ഡിസംബർ 25 ഏത് ദിവസമാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു കലണ്ടർ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ മക്കൾക്ക് അത് ഏത് ദിവസമാണെന്ന് കണ്ടെത്തി പറയാനായിട്ട് അറിയില്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഇപ്പൊ ഇതാണ് നമ്മുടെ കലണ്ടർ എന്ന് വിചാരിക്കുക കേട്ടോ. ടീച്ചർ ജസ്റ്റ് 2 കോളം വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ 24 ഡേറ്റ്, 25 ഇവിടെ ഡേറ്റ് കേട്ടോ. ടീച്ചർ വെറുതെ എഴുതാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളടുത്ത് പറയാണ് ഡിസംബർ 25 ഏത് ദിവസമാണെന്ന് ചോദിക്കുക. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് പോകൂലേ. എന്നിട്ട് ഇവിടെ ഏതാണ് ദിവസം എന്ന് നോക്കും. ഏത് ദിവസമാണ്? ട്യൂസ്ഡേ ആണ് അല്ലെ. ഏതാണ്? ചൊവ്വാഴ്ചയാണ് വരുന്നത്. അപ്പം ഡിസംബർ 25 ഏത് ദിവസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചൊവ്വ എന്ന് പറയാം അല്ലെ, അഥവാ ട്യൂസ്ഡേ എന്ന് പറയാം. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് കലണ്ടറിൽ? ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ അമ്മമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒരു കലണ്ടർ, വീട്ടിൽ കലണ്ടർ ഇരിപ്പുണ്ടാവില്ലേ, അതെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഉമ്മയോട് ഒരു ഡേറ്റ് പറയാനായിട്ട് പറയാം. എന്നിട്ട് ഉമ്മ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക? അത് ഏത് ദിവസമാണെന്ന് മക്കൾ കലണ്ടർ നോക്കി കണ്ടെത്തിയിട്ട് ഉമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാ കൂട്ടുകാരും ചെയ്യില്ലേ? ഓക്കെ മക്കളെ. പിന്നെ ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, കലണ്ടറിൽ നിന്ന് ചിലപ്പോൾ മക്കളെടുത്ത് ഏതെങ്കിലും ഒരു പാറ്റേൺ എടുത്ത് എഴുതാനായിട്ട് പറയും. കലണ്ടറിൽ നിന്ന് പാറ്റേൺ കണ്ടെത്താനായിട്ട് പറയും കേട്ടോ. അപ്പൊ പാറ്റേൺ എന്നൊന്നും കേൾക്കുമ്പോൾ മക്കള് പേടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്മുടെ ഈ ഒരു മൺഡേയുടെ കുളത്തിൽ കുറെ ഡേറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, കുറെ ഡേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡേറ്റുകൾ മക്കൾ കൃത്യമായിട്ട് എടുത്തിങ്ങോട്ട് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടി മക്കളെ? നമുക്ക് എന്ത് കിട്ടി? അതൊരു പാറ്റേൺ ആയിട്ട് മാറി. കാര്യം എന്താണ് മക്കളെ? നമുക്കറിയാലോ, ഇങ്ങനെ താഴോട്ടുള്ള ഡേറ്റുകൾ, തീയതികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് മക്കളെ? 7 ആണില്ലേ. 7 വീതം കൂടിക്കൂടിയല്ലേ വരുന്നത് മക്കളെ അല്ലേ? ഇവിടെ 7 തീയതി എന്ന് വിചാരിക്കും. അപ്പൊ തൊട്ടടുത്ത കുളത്തിൽ ഏതായിരിക്കും മക്കളെ? താഴേക്ക് ഏതായിരിക്കും വരിക? അതിലേക്ക് വീണ്ടും ഒരു 7 കൂടിയിട്ട് 14 ആയിരിക്കും വരിക. പിന്നെ അതിന്റെ തൊട്ട് താഴെ ഏതായിരിക്കും വരിക? 21 ആയിരിക്കും വരിക അല്ലെ. 7 വീതം കൂടിക്കൂടിയാണ് എന്ത് വരിക? ഈ തീയതികള് കൂടിക്കൂടിയാണ് പോകുന്നത് അല്ലെ. അപ്പൊ മക്കൾക്ക് ഒരു പാറ്റേൺ എഴുതാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോളം, തിങ്കളാഴ്ചയുടെ കോളോ ചൊവ്വാഴ്ചയുടെ കോളോ ഞായറാഴ്ചയുടെ കോളോ, ഏതെങ്കിലും ഒരു കോളം ഇങ്ങനെ താഴേക്കുള്ള കോളം എടുത്തിട്ട് മക്കൾ എഴുതുകയാണെങ്കിൽ തന്നെ അത് എന്തായിട്ട് മാറി മക്കളെ? ഒരു പാറ്റേൺ ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കലണ്ടറിൽ നിന്ന് എങ്ങനെയാണ് പാറ്റേൺ കണ്ടെത്തി എഴുതുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാം കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക? ആ ഏരിയ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ മക്കളെ. പിന്നെ മക്കൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഏതെങ്കിലും സംഖ്യാ പാറ്റേണുകൾ തന്നിട്ട് അത് പൂർത്തീകരിച്ച് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പാറ്റേൺസ് ഒക്കെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും ടെക്സ്റ്റ് പുസ്തകത്തിലും ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ ആ പാറ്റേൺസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പോവാട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ പാറ്റേൺസ് ഒക്കെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കുക. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളടുത്ത് സ്വയം ഒരു പാറ്റേൺ ഉണ്ടാക്കാനൊക്കെ പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഒരു 1-2 പാറ്റേൺ ഒക്കെ ഒന്ന് എഴുതി പഠിച്ചിട്ട് പോവുക കേട്ടോ. വലിയ പ്രയാസമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൂട്ടുകാർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ, പാറ്റേൺ പൂർത്തിയാക്കുക എന്നതൊക്കെ. ഓക്കെ മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക? ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക. ഇനി നിങ്ങളുടെ മലയാളം അല്ലെ, മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് മക്കള് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ടീച്ചർ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ. മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ജീവികളുടെ സഞ്ചാര രീതികൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓരോ ജീവികൾ ഇഴഞ്ഞു നീങ്ങുന്നവര്, അതുപോലെ തന്നെ നടന്നു പോകുന്നവര്, പറന്നു പോകുന്നവരൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ജീവികളും അവയുടെ സഞ്ചാര രീതിയും മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ചോദ്യങ്ങൾ എങ്ങനെയാ വരാന്ന് വെച്ചാൽ ചിലപ്പം ജീവികളുടെ ചിത്രങ്ങളായിരിക്കും മക്കൾക്ക് തരിക. എന്നിട്ട് ആ ചിത്രങ്ങളിലെ ആ ജീവികളെ അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കാനായിട്ട് പറയും. ചിലപ്പം അവയുടെ പേരുകൾ തന്നുകൊണ്ട് എന്ത് ചെയ്യും? അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കാനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ചിത്രങ്ങളായിക്കോട്ടെ പേരുകളായിക്കോട്ടെ അവ നോക്കിയിട്ട് ആരൊക്കെയാണ് ഇഴഞ്ഞു പോകുന്നവര്, ആരൊക്കെയാണ് നടന്നു പോകുന്നവര്, ആരൊക്കെയാണ് പറന്നു പോകുന്നത് എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇഴഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു 2 ജീവികളുടെ പേരുകളൊന്ന് പറഞ്ഞേടാ. ഒച്ച്, പാമ്പ് അല്ലെ, ചേര, ഇതൊക്കെ എന്താണ്? ഇഴഞ്ഞു പോകുന്നവയിൽ ഉൾപ്പെടുന്നതാണ്. എങ്കിൽ പറന്നു പോകുന്നവരാരൊക്കെയാണ്? പറഞ്ഞേടാ. തത്ത, കൊക്ക്, പ്രാവ്, ഇതൊക്കെ എന്താണ്? പറന്നു പോകുന്നവയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ.
പിന്നെ നമുക്കുള്ളത് ഏതാണ്? നടന്നു പോകുന്നവർ. ആരൊക്കെയാ മക്കളെ? മാന്, ആന തുടങ്ങിയ ജീവികളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഏരിയ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗമാണ്. മക്കൾ എന്ത് ചെയ്യാ? നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ഇന്നത്തെ എക്സാമിൽ നമുക്ക് രോഗങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? രോഗങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നും പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാ എന്നതൊക്കെ നോക്കിയിട്ട് പോവാട്ടോ. അപ്പൊ ടീച്ചർ ഇനിയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഒരുപാട് ക്ലാസ്സിലായി ടീച്ചർ ഈ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ പുസ്തകം എടുത്ത് വെച്ചിട്ട്, ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ, അവരെന്ത് ചെയ്യുക? പുസ്തകം എടുത്ത് വെച്ചിട്ട് രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവാട്ടോ. പകരുന്ന രോഗങ്ങളുടെ പേര് പഠിച്ചു വെക്കണം. പകരാത്ത രോഗങ്ങളുടെ ഒക്കെ പേരുകൾ എന്ത് ചെയ്യാ? മക്കള് പഠിച്ചിട്ട് വെക്കാട്ടോ. മുന്നേ എങ്ങനെയാ ചോദിച്ചതെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തു? ഒരുപാട് രോഗങ്ങളുടെ പേരുകൾ അങ്ങ് തന്നു. എന്നിട്ട് അവയെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പകരുന്നവ, പകരാത്തവ എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ വ്യക്തി ശുചിത്വ ശീലങ്ങള്, അതുപോലെ തന്നെ പരിസര ശുചിത്വ ശീലങ്ങള്, പിന്നെ നമ്മൾ നല്ല ആഹാര ശീലങ്ങളൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രസ്താവനകളായിട്ടായിരിക്കും ചോദിക്കുക. അതായത് ചുവടെ നിങ്ങൾക്ക് കുറച്ച് ആഹാരശീലങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നല്ല ആഹാരശീലങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് ആ പ്രസ്താവനകൾക്ക് മാത്രം ശരിയിടാനായിട്ട് പറയും. ഇപ്പം നമ്മുടെ അടുത്ത് പറയാണ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിമ്പും എന്ത് ചെയ്യണം? കൈ കഴുകണം. പിന്നെ എന്ത് ചെയ്യണം? ദിവസം ഒരു നേരം മാത്രം പല്ല് തേക്കുക. ഇങ്ങനെ 2 പ്രസ്താവനകൾ തന്നു. അതിൽ ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള പ്രസ്താവന? ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിമ്പും നമ്മൾ എന്ത് ചെയ്യണം? കൈ വാഷ് ചെയ്യണം അല്ലേ. ദിവസം ഒരു നേരം മാത്രം പല്ല് തേച്ചാൽ മതിയോ? പോരാ അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? 2 നേരവും നമ്മൾ പല്ല് തേക്കണം അല്ലെ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ച് പ്രസ്താവനകളൊക്കെ തന്നിട്ട് അതിൽ ചിലപ്പോൾ വ്യക്തി ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ നല്ല ആഹാര ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ പരിസര ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാന്നൊക്കെ കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ആ ഏരിയ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ടീച്ചർ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു കാര്യങ്ങളൂടെ പറയാനുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? രണ്ടക്ക സംഖ്യകൾ കൂട്ടാനൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാര്യം നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ടീച്ചർ ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇവിടെ ടീച്ചറുടെ കയ്യിൽ എന്തുണ്ട്? ഇതൊരു പൂക്കോട്ടയാണ്. ഇതിൽ നിറയെ എന്തുണ്ട്? ടീച്ചറുടെ കയ്യില് പൂക്കളുണ്ട്. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് പല നിറത്തിലുള്ള ചുവപ്പും അതുപോലെ തന്നെ നീലയും നിറത്തിലുള്ള പൂക്കളാണ് ഇതിന്റെ അകത്ത് നിറയെ ഉള്ളത്. അപ്പൊ ഈ കൊട്ടയ്ക്കകത്ത് മക്കളെ ആകെ ടീച്ചർ പറയാണ് ആകെ 96 പൂക്കളുണ്ട് കേട്ടോ. മക്കളെ എത്രയാണ്? ആകെ 96 പൂക്കളാണ് കൊട്ടയ്ക്കകത്തുള്ളതിൽ. അതിൽ 45 എണ്ണം നീല നിറത്തിലുള്ള പൂക്കളാണ്. എന്താ മക്കളെ പറഞ്ഞത്? 45 എണ്ണം നീല നിറത്തിലുള്ള പൂക്കളാണ്. എങ്കിൽ കൊട്ടയ്ക്കകത്ത് ചുവപ്പ് നിറത്തിലുള്ള എത്ര പൂക്കളുണ്ട്? ചോദ്യം മനസ്സിലായോ? ടീച്ചറുടെ കയ്യിൽ ഒരു പൂക്കൊട്ടയുണ്ട്. പൂക്കൊട്ടയിൽ ആകെ എത്ര പൂക്കൾ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്? 96 പൂക്കളുണ്ട്. നീല നിറത്തിലും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് ഉള്ളത്. അതിൽ നീല നിറത്തിലുള്ള പൂക്കൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു മക്കളെ? 45 എണ്ണം ഉണ്ട്. എങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നതാണ് ടീച്ചറുടെ ചോദ്യം. എത്ര എണ്ണം ആയിരിക്കും മക്കളെ? ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ? ഏത് ക്രിയയാണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത്? നമ്മുടെ അടുത്ത് എന്തുണ്ട്? ആകെ എണ്ണം ഉണ്ട് അല്ലെ. ആകെ എണ്ണം 96 ആണെന്ന് നമുക്കറിയാം. നീല പൂക്കളുടെ എണ്ണം 45 ആണെന്ന് നമുക്കറിയാം. എങ്കിൽ ചുവപ്പ് പൂക്കളുടെ എണ്ണം കാണാൻ ഈസി അല്ലേ? എന്ത് ചെയ്താൽ മതി മക്കളെ? നമ്മൾ ആകെ പൂക്കളുടെ എണ്ണമായ 96ൽ നിന്ന് നീല പൂക്കളുടെ എണ്ണമായ 45 മൈനസ് ചെയ്താൽ മതി. കുറച്ചാൽ മതി അല്ലേ. 6 - 5 എത്രയാ മക്കളെ? 1 ആണല്ലേ. 6 കുറയ്ക്കുന്ന 5 എത്രയാണ്? 1. 9 - 4 9 കുറയ്ക്കുന്ന 4 എത്രയാ മക്കളെ? വേഗം പറഞ്ഞേടാ. 9 കുറയ്ക്കുന്ന 4 എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ എത്ര നമുക്ക് ആൻസർ കിട്ടി? 51 കിട്ടി. അതായത് ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ എത്ര എണ്ണമാണ് മക്കളെ ഈ ഒരു കൊട്ടയിലുള്ളത്? 51 എണ്ണമാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനുമായിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ക്രിയകൾ വരുന്ന പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? അതിനു കൂടി ഒന്ന് തയ്യാറായിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർക്ക് പറയാനായിട്ടുള്ളത്. എല്ലാ മക്കളും എന്ത് ചെയ്യാം? നല്ല രീതിയിൽ തന്നെ നാളത്തെ നിങ്ങളുടെ ഇന്റഗ്രേഷൻ ഡേ 2 ഉദ്ഗ്രഥനം 2ാം ദിവസം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. എല്ലാ മക്കളും റെഡി അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.